ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിശേഷം? ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്കൊരു മോരുകറി അല്ല കേട്ടോ, കാളൻ. അതിനാക്കി ഞാൻ കായ ഇങ്ങനെ കേട്ടോ അരിഞ്ഞേക്കണേ, തൊലി കളഞ്ഞ്, തൊലി എടുത്തിട്ടില്ല. ഇത് വേപ്പില കേട്ടോ, വേപ്പില നമുക്ക് ഊരി അതിലേക്ക് കഴുകി കൊണ്ടുവന്നതായിരുന്നു. അപ്പം ഞാൻ കലത്തിലേക്ക്, ഈ ചട്ടിക്കലത്തിലാട്ടോ വയ്ക്കണേ, കുഞ്ഞ് ചട്ടിക്കലം, ഒരു കായ. അപ്പോൾ കഴുകി നമുക്കതിലേക്ക് ഇടാം. അവിടെ വെച്ച് അരിഞ്ഞപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. കലത്തിൽ വെള്ളമുണ്ട് കേട്ടോ, വേവാനുള്ള വെള്ളം. ചട്ടിക്കലല്ലേ, വേഗം വെള്ളം പറ്റും. അപ്പോൾ വെള്ളമുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ മോര് നല്ല പൊടിയുള്ള മോരാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം മുളക് പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി മതി. ഒരുപാടങ്ങനെ എരിവുള്ള കറിയല്ല. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടുണ്ട് കേട്ടോ, കീറിയിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് വേവട്ടെ. കുറച്ച് മോരെന്ന് വെച്ചാൽ 2 ഗ്ലാസ് മോര് കാണും, 1 ലിറ്റർ കാണും കേട്ടോ. 1 ലിറ്റർ മോര്, നല്ല കട്ടി മോര. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ജീരകവും 2-3 കുഞ്ഞല്ലി വെളുത്തുള്ളി, അല്പം തേങ്ങ. ഇതൊന്ന് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കണമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇച്ചിരി ആട്ടപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഗോതമ്പ് ദോശ പോലെ അങ്ങ് ചുട്ടെടുക്കാം, പ്ലെയിൻ ദോശയായിട്ട്. അതിനകത്ത് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ 1 ഗ്ലാസ് പൊടി എടുത്തിട്ട് അല്പം വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ അതേ നല്ല സോഫ്റ്റാവും ദോശ. പിന്നെ ഇച്ചിരി നെയ്യ് പുരട്ടി നമുക്കത് ചുട്ടെടുത്ത് രാവിലെ കഴിക്കാം. കുറച്ച് പണിയും കൂടെ എനിക്ക് ബാക്കിയുണ്ട്. ബാക്കി പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് കഴുകാൻ പറഞ്ഞേച്ചാൽ പോയേക്കണേ ആൾ. അപ്പോൾ വണ്ടി കഴുകൽ നമ്മുടെ പണിയാണ് എന്നും. അതൊക്കെ കഴുകി ജോലിയൊക്കെ തീർക്കണം. അപ്പം ഇന്ന് എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തു. കായ എന്തായാലും നോക്കട്ടെ കേട്ടോ. കായ വെന്തത്തില്ല, വേവട്ടെ. മൺകലല്ലേ, നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. അത് അടി പിടിച്ചേ ഈ ഇതിൻ്റെ ചൂടും കൊണ്ട്. ചട്ടിക്കല ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ചട്ടിക്കല കേട്ടോ. നമുക്ക് ഇപ്പം നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. ചട്ടകം എവിടെയാണ്? ശരിക്കും മൊരിഞ്ഞ് വരട്ടെ. എളുപ്പത്തിലുണ്ടാക്കി കഴിക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വിശക്കുകയാണെങ്കിൽ ചായ ഉണ്ടാക്കിയത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചായയും ഗോതമ്പ് ദോശയും ഇന്നലെ ഉണ്ടാക്കിയ ഉള്ളിച്ചമ്മന്തി ഇച്ചിരി ഇരിപ്പുണ്ട്, അതും കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് കറി കായയുടെ വെള്ളം, കായ വെന്തിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടില്ല. നമുക്കൊരു 1-2 മിനിറ്റും കൂടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ വെള്ളം പറ്റി വരും. വെള്ളം പറ്റിയില്ലെങ്കിൽ പിന്നെ കായയിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് തന്നെയല്ല, അത് മംഗലം ആകുമ്പോൾ വെള്ളം വേഗം പറ്റുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഉള്ളിച്ചമ്മന്തി കണ്ടോ, ഉള്ളിച്ചമ്മന്തി ഇവിടെയുണ്ട്. അത് ഇന്നലെ അരച്ചതായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തിന് അരച്ചതാണ് ഞാൻ. അപ്പോൾ ഉള്ളിച്ചമ്മന്തിയും കൂട്ടി നമുക്ക് ഈ ദോശ തിന്നാം. ഓക്കേ, കറി അവിടെ ഇരുന്ന് വേവട്ടെ. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് വെള്ളം പറ്റി പാകമായിട്ടുണ്ട്. നമുക്കിനി മോരൊഴിച്ച് കൊടുക്കാം. തീ ഒരുപാട് കുറച്ച് വെച്ചിട്ട് വേണം മോരൊഴിക്കാൻ. കഴിഞ്ഞ തവണ ഞാനൊരു തൈര്
കറിയാണ് വെച്ച കറി വെച്ചു. അപ്പോൾ തൈര് കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എല്ലാവരും. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച നല്ല തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെയും പേസ്റ്റാക്കി അരച്ചത്. തീ കുറച്ച് വെച്ചിട്ട് വേണം. എപ്പോഴും നമ്മൾ ഈ മോരൊഴിച്ച് കഴിഞ്ഞാൽ തീ ഒരുപാട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പില്ല, അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. കാരണം തൈര് നല്ല പുളിയുള്ളതായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അവിടെ തേങ്ങ അരച്ചപ്പോൾ ചേർത്ത വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു നീളമുള്ള കയ്യിലെടുക്കട്ടെ കേട്ടോ. കാരണം ചൂടടിച്ചിട്ട് എൻ്റെ കൈ പൊള്ളണം. അപ്പം ഞാൻ തൈരൊക്കെ ഒഴിച്ച് പതുക്കെ ഇളക്കി വാങ്ങി വയ്ക്കാൻ പോവാം കേട്ടോ. നമുക്ക് എന്നിട്ട് കടുക് പൊട്ടിക്കാം. ഒരുപാട് നേരോട്ട് ഇളക്കണ്ട. അവിടെ നിന്ന് ചൂടാവട്ടെ. പിന്നെ വേറെ എന്താ വിശേഷം? എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള വിശേഷം നിങ്ങളോട്. ഇത് നല്ല കറിയാട്ടോ. ഒരു ഏത്തക്കായ ഞാൻ എടുത്തിട്ടുണ്ട്, അല്പം തേങ്ങയും ഒരു പിഞ്ച് ജീരകവും 2-3 കുഞ്ഞല്ലി വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും കാളം വയ്ക്കാൻ അറിയാം. ഞാൻ കാളം വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുമുണ്ട്. കുറുക്ക് കാളനൊക്കെ വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, മാമ്പഴക്കറി വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കാണുക. അതൊക്കെ നല്ല കറികളാണ് ഞാൻ വെച്ചേക്കണേ. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണല്ലോ അതൊക്കെ ചെയ്യണതും. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കടുക് പൊട്ടിക്കണമൊക്കെ വെളിച്ചെണ്ണയിൽ പൊട്ടിക്കണം കേട്ടോ, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉലുവ വേണം കേട്ടോ. അല്പം ഉലുവപ്പൊടിയും കൂടി അതിനകത്തേക്ക് ഇടണം. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ രാവിലെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. എനിക്ക് വണ്ടി ഒന്ന് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കഴുകിയിടണം. പിന്നെ വൈകുന്നേരം പള്ളിയിൽ ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിക്ക് പോകണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ ഇരിക്കണു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇട്ട മോര് കാച്ചിയത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് എനിക്കതിൻ്റെ ഒരുപാട് വ്യൂസും കിട്ടിയിട്ടുണ്ട്. എനിക്കൊരുപാട് നന്ദി. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചു കറികളും ഒരുപാട് പാചകവും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കടുകിട്ട് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇടണം കേട്ടോ. ഉലുവ മസ്റ്റാണ് മോര് കറി വയ്ക്കുന്നത്. പൊടി ഇട്ടാലും മതി. പൊട്ടി വരട്ടെ. ഇത് പൊട്ടിയിട്ടാണ് ഞാൻ ഈ ഉണക്കമുളക് ഇടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മുളക് അധികം കിടന്നങ്ങോട്ട് കരിക്കട്ട പോലെയാവും. ഉള്ളിയിട്ട് ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഞാൻ മുളകിടുകയുള്ളൂ. കടു പൊട്ടി തുടങ്ങി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വേപ്പിലയുടെ ക്ഷാമം ഒരുപാടുണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോകുമ്പോൾ വേപ്പില മേടിക്കാനാണെങ്കിൽ മറന്നും പോകും. അതാണ് കുഴപ്പം. പിന്നെ എനിക്ക് ഇച്ചിരി വട്ടയപ്പത്തിന് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി ഇതുപോലെ തന്നെ മിക്സിയിൽ അടിച്ച് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അതുകൊണ്ട് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കണം.
പിന്നെ എന്താ എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം. പാചകവും വാചകവും അതൊക്കെ തന്നെ. അപ്പോൾ കടു പൊട്ടി, ഗ്യാസ് ഓഫ് ചെയ്തു. കൂട്ടാൻ മോര് കാളൻ കുഞ്ഞമ്മ വിശേഷം ചോദിച്ചു വന്നിട്ടുണ്ട്. നാളെ കാണിച്ചു തന്നില്ലേ കുഞ്ഞമ്മേനെ? അപ്പോൾ കുഞ്ഞമ്മ വിശേഷം ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാളൻ ഇവിടെ റെഡിയായി, സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി അല്പം മേമ്പൊടിക്കായിട്ട് അല്പം ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മേമ്പൊടിക്ക് മതി കേട്ടോ, ഒരുപാട് ഇട്ടാൽ ഉലുവയിട്ട് കടു പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. എല്ലാവരും എന്തേ കറി വെച്ച് നോക്കണം. ഇത് കുറേ കഴിയുമ്പോൾ ഇപ്പം നല്ല ചട്ടികൾക്ക് നല്ല ചൂട് വരുന്നുണ്ട്, പക്ഷേ ഇത് കഴിയുമ്പോൾ കുറുകൂട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആ മോരിൻ്റെയും തേങ്ങയുടെയും വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.